ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഒരു ക്യുക്ക് ചിക്കൻ കറിയാണ്. ഇതുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്, വളരെ കുറച്ച് സമയം മതി. ഒന്നും അറിയാത്ത ആൾക്കാർക്കും വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കുക്കറിലാണ് എടുത്ത് വെച്ചേക്കുന്നത്. നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ടുള്ള ചിക്കൻ ഒരു കുക്കറിൽ വെള്ളമൊന്നും ഇല്ലാതെ എടുത്ത് വെച്ചേക്കാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അടുത്ത് ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതൊന്ന് ടേസ്റ്റ് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ തീരെ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. പിന്നെ വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാല ഉപയോഗിക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് ടീസ്പൂണിലാണ്, അല്ലാതെ ടേബിൾ സ്പൂണല്ല. എല്ലാ അളവും ടീസ്പൂണിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല എടുക്കുന്നത് 2 ടീസ്പൂണാണ്. ഏത് തരത്തിലുള്ള ചിക്കൻ മസാലയും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞതും ഒരു 5 or 6 പച്ചമുളക് നെടുകീറിയതും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് തക്കാളിയാണ്. തക്കാളി നീളത്തിലരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 or 2 എണ്ണം, ചെറുതാണെങ്കിൽ 1 എണ്ണം, വലുതാണെങ്കിൽ 2 എണ്ണം. കൂടാതെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പേസ്റ്റ് ആയാലും കുഴപ്പമില്ല, ചതച്ചെടുത്തതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മല്ലിയിലയാണ് ഉള്ളത് വെച്ചെങ്കിൽ മല്ലിയുടെ ഇല ചേർക്കാം, കറിവേപ്പിലയാണെങ്കിൽ കറിവേപ്പില ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതിലേക്ക് കട്ട തൈരാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മോരേ ഉള്ളൂ വെച്ചെങ്കിൽ കുറച്ച് മോര ഒഴിച്ചാലും മതി. നല്ല പുളിയുള്ളതാണെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. പുളി തീരെ ഇല്ലാത്തതാണെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിക്കുന്നുണ്ട്. നല്ല അധികം പുളിയില്ലാത്ത തൈരാണ് ഒഴിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ മിക്സാക്കി എടുക്കുന്ന സമയത്ത് പച്ചവെളിച്ചെണ്ണ ഒഴിക്കാനായിട്ട് മറക്കരുത്. ഇതിൽ ഈ പച്ചവെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ, അല്ലാതെ നമ്മൾ വഴറ്റിയെടുക്കണമൊന്നുമില്ല. അല്ലാതെ വേറെ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കണില്ല. അപ്പോൾ നന്നായിട്ട് പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പച്ചവെളിച്ചെണ്ണയുടെ അളവ് ഒരു ഏകദേശം 1.5 ടേബിൾ സ്പൂൺ അത്രയേ വേണ്ടൂ, അതിലും കൂടുതൽ ആവശ്യമില്ല. ഈ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. എല്ലാ പൊടികളും അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, തക്കാളി, സവാള ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മിയെടുത്ത് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് 2 വിസിൽ കൊടുത്താൽ നമ്മുടെ കറി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് 2 വിസിലാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുക്കാനായിട്ട് അനുവദിക്കാം. 2 വിസിൽ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കണം. അതാണ് ഗരം മസാലയുടെ പൊടി. നമ്മൾ നേരത്തെ ഗരം മസാലയുടെ പൊടി ചേർത്തിട്ടില്ല. 3/4 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ഇതിന് മുകളിലൂടെ വെതറി കൊടുക്കുകയാണ് ചെയ്യണത്. 3/4 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണാണ് കേട്ടോ. 3/4 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ നമ്മളിത് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയായിട്ടാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഇനി ഒത്തിരി ഡ്രൈ ആക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കുക്കിംഗ് തീരെ അറിയാത്ത ആൾക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല രുചിയാണ്. ഇന്നത്തെ ചിക്കൻ കറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക. വീണ്ടും ഒരു പുതിയ വീഡിയോവുമായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.